ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു ആംഗ്ലർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിഷിംഗ് റോഡും ഫിഷിംഗ് റീലും എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ. അപ്പോൾ ഒരുപാട് പേര് നല്ല റെസ്പോൺസാണ് ആ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ആ ഒരു പോസ്റ്റിന് നമുക്ക് തന്നിട്ടുള്ളത്. കാരണം ഒരുപാട് പേർക്ക് അറിയില്ല നമ്മുടെ സാൾട്ട് വാട്ടറിൽ ഫിഷിംഗ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫിഷിംഗ് റോഡും ഫിഷിംഗ് റീലും എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അറിയാനുള്ളൊരു ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ മേടിക്കുന്ന ഒരു ഫിഷിംഗ് റോഡ് ആയെങ്കിലും റീലാണെങ്കിലും ഏകദേശം ഒരു 5000 രൂപയുടെ താഴെ ബഡ്ജറ്റിൽ നമ്മൾ മേടിക്കുന്ന ഒട്ടുമിക്ക എല്ലാ റോഡുകളാണെങ്കിലും സാൾട്ട് വാട്ടറിൽ ഉപയോഗിച്ചതിന് ശേഷം തുരുമ്പ് പിടിക്കും. അതിൻ്റെ ഗൈഡുകൾ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഗൈഡുകൾ തുരുമ്പ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ 2-3 സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ചെറിയ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം മാത്രം ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ തുടർന്നും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നീട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ഫിഷിംഗ് റോഡിൻ്റെ ഗൈഡ് കണ്ടില്ല, ഇപ്പോൾ ഇതിൽ തുരുമ്പും കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു നിലയിലെങ്കിലും ഈ ഒരു ഗൈഡ് നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തോളമായി ഞാൻ ഈ ഒരു റോഡ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സിറോക്കിൻ്റെ സെറ്റ് പവർ എന്ന് പറയുന്ന റോഡാണ്. ഇതിൻ്റെ ഗൈഡുകൾ പെട്ടെന്ന് തന്നെ തുരുമ്പ് വരുന്നൊരു അവസ്ഥയാണുള്ളത്. ഈ ഒരു ഫിഷിംഗ് റോഡ് മാത്രമല്ല, നമ്മുടെ 5000 രൂപയുടെ ബഡ്ജറ്റിൽ വാങ്ങിക്കുന്ന താഴെ ബഡ്ജറ്റിൽ വാങ്ങിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഫിഷിംഗ് റോഡിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. പെട്ടെന്ന് തുരുമ്പ് പിടിക്കും ഗൈഡുകളെല്ലാവരും. പെന്നിൻ്റെ റോഡാണെങ്കിലും അതുപോലെ തന്നെ മിച്ചൽ, അബു ഗർസിയ, ഷേക്സ്പിയർ, പെന്ന്, പൈനിയർ, എല്ലാ റോഡുകളുടെയും അവസ്ഥ ഏകദേശം ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫിഷിംഗ് റോഡിൻ്റെ ഗൈഡുകൾക്കാണ് ഏറ്റവും കൂടുതൽ തുരുമ്പ് പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗൈഡുകളിലാണ് നമ്മൾ റസ്റ്റ് ഓഫ് പോലുള്ള മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ റോഡിൻ്റെ ബാക്കി ഭാഗങ്ങളിലൊന്നും റസ്റ്റ് ഓഫ് നമ്മൾ കൊടുക്കുന്നില്ല. ഈ ഒരു ഗൈഡിൽ മാത്രമാണ് നമ്മൾ റസ്റ്റ് ഓഫ് അടിച്ച് സേഫായിട്ട് വയ്ക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് തുടച്ച് മാറ്റി വയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഫിഷിംഗ് റോഡ് തുടച്ചെടുത്ത് വെക്കുന്നതെന്ന് മാത്രം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫിഷിംഗ് റോഡ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ട ഐറ്റംസാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫിഷിംഗ് റോഡ് വളരെ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടു നടക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു റെസ്റ്റ് ഓഫാണ്. ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും നല്ലൊരു റെസ്റ്റ് ഓഫ് നമുക്ക് ആവശ്യമുണ്ട്. അതാണ് നമ്മുടെ ഫിഷിംഗ് റോഡ് ക്ലീൻ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഫ്രഷ് വാട്ടറും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു ക്ലോത്തും നമുക്ക് ആവശ്യമുണ്ട്. അധികം റഫായിട്ടുള്ള ക്ലോത്ത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അത്യാവശ്യം സ്മൂത്തായിട്ട് നമ്മുടെ കാറും അതുപോലെ തന്നെ ബൈക്കൊക്കെ തുടയ്ക്കുന്ന തുണിയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അതുപോലുള്ള തുണി യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസ്റ്റ് ഓഫും അതുപോലെ തന്നെ നമ്മുടെ വെള്ളവും ഫ്രഷ് വാട്ടറും അതുപോലെ തന്നെ ഒരു തുണിയും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫിഷിംഗ് റോഡ് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. പിന്നീട് ഈ വെള്ളവും അതുപോലെ തന്നെ തുണിയും യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ വെറ്റ് വൈപ്സ്, അതായത് നമ്മുടെ വെറ്റ് ടിഷ്യൂ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നനവുള്ള ടിഷ്യൂ പേപ്പേഴ്സ് അവൈലബിൾ അല്ല, ആ കാര്യം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ക്ലീനായിട്ട് നമ്മുടെ ഫിഷിംഗ് റോഡ് ക്ലീൻ ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല അതിന് ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് റോഡിൻ്റെ മേലെ എന്തെങ്കിലും നമ്മുടെ ബൈറ്റ് യൂസ് ചെയ്തിട്ട് മീൻ പിടിച്ചതിന് ശേഷം ഫിഷിംഗ് റോഡിൻ്റെ മേലുള്ള ചെറിയ എന്തെങ്കിലും സ്മെല്ലുണ്ടെങ്കിൽ പോലും ആ ഒരു വെറ്റ് വൈപ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ഫിഷിംഗ് റോഡ് ക്ലീൻ ചെയ്യാറുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഫിഷിംഗ് റോഡ് ക്ലീൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഫിഷിംഗ് റോഡ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള പോലെ വെറ്റ് വൈപ്സോ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഫ്രഷ് വാട്ടറിൽ മുക്കിയെടുത്തിട്ടുള്ള തുണിയോ ഉപയോഗിച്ചിട്ട് നമ്മുടെ റോഡിൻ്റെ 2 പീസുകളും നന്നായിട്ട് തുടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം. നമ്മൾ എല്ലാ ദിവസവും ഫിഷിങ് ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതുപോലെ ഒരു വെറ്റ് വൈപ്സോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളത്തിൽ മുക്കിയ ഒരു തുണി ഉപയോഗിച്ചിട്ടോ നല്ല രീതിയിൽ തന്നെ റോഡിനെ കംപ്ലീറ്റ് ആയിട്ട് തുടച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് തുരുമ്പ് പിടിക്കുന്നതിൽ നിന്ന് നമുക്ക് റോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ഗൈഡിൻ്റെ ഫൂട്ടുകളിലും എല്ലാ കാര്യവും നന്നായിട്ട് തുടച്ചെടുത്ത് വയ്ക്കുക.
അതാണ് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുന്ന കാര്യം. നമുക്ക് എന്നും റെസ്റ്റ് ഓഫ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ വീക്ക്ലി വൺസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റെസ്റ്റ് ഓഫ് യൂസ് ചെയ്തിട്ട് റോഡ് ക്ലീൻ ചെയ്യുന്നത്. ബേസിക്കായിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു നന്നായിട്ട് നനവുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് നമ്മുടെ റോഡിനെ കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഗൈഡിൻ്റെ റൂട്ടുകളുടെ ഇടയിലും എല്ലാം നമ്മൾ നമ്മുടെ റെസ്റ്റ് ഓഫ് മെറ്റീരിയൽ, റെസ്റ്റ് ഓഫിൻ്റെ സ്പ്രേ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈഡിൻ്റെ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ നമ്മൾ റെസ്റ്റ് ഓഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ നമ്മൾ റെസ്റ്റ് ഓഫ് നമ്മുടെ ഗൈഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ റോഡിൻ്റെ മേലെ നമ്മുടെ ഈ ഒരു റെസ്റ്റ് ഓഫ് അടിക്കേണ്ട കാര്യമില്ല, നമ്മൾ മെറ്റൽ പാർട്ടിൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 5-10 മിനിറ്റ് നമ്മൾ അതിനെ റോഡിനൊരു ഭാഗത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങിയ ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആ ഗൈഡ് മുഴുവനായിട്ട് തുടച്ച് കളയാം. ഇപ്പോൾ നമ്മളൊരു 5-10 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൈഡുകളിൽ ഓൾറെഡി എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളോ ചെറുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു 10 മിനിറ്റോളം ഈ ഒരു റെസ്റ്റ് ഓഫ് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തുരുമ്പ് നമുക്ക് ഈസി ആയിട്ട് ഇളകി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മുടെ ഫിഷിംഗ് റോഡിൽ നമ്മുടെ റെസ്റ്റ് ഓഫ് അടിച്ച് വെക്കുന്നത്. ആ റെസ്റ്റ് ഓഫിൻ്റെ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഗൈഡിൽ നിന്ന് പോകുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അടുത്തതായിട്ട് നമ്മുടെ ഫിഷിംഗ് റീൽ എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫിഷിംഗ് റീൽ ക്ലീൻ ചെയ്യുന്നതിന് ആദ്യം തന്നെ നമ്മൾ ഫിഷിംഗ് റീലിൻ്റെ സ്പൂള് കംപ്ലീറ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് നമ്മൾ നമ്മുടെ ഡ്രാഗിൻ്റെ നോബ് ഡ്രാഗ് ടൈറ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് അതിൻ്റെ സ്പൂള് നമ്മൾ ഊരിയെടുക്കേണ്ടതാണ്. അപ്പോൾ സ്പൂള് നമ്മൾ ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പൂളിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഗിയറിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടെങ്കിലും ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്പൂള് നമ്മുടെ ഗ്രില്ലിൽ നിന്ന് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മുടെ റീല് ക്ലീൻ ചെയ്യുന്നതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പൂളിൻ്റെ അകത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലൊരു വെറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുള്ള നല്ലൊരു തുണി ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്പൂളിൻ്റെ ഉൾഭാഗം നന്നായിട്ടൊന്ന് തുടച്ച് വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതുപോലെ തന്നെ സ്പൂളിൻ്റെ മേലെ ഭാഗം അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗ് നോബ് എല്ലാം തന്നെ നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റി വയ്ക്കുക. ഇതാണ് നമ്മുടെ റീല് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ റീലിൻ്റെ പുറം വശം മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു നനഞ്ഞ തുണിയോ മറ്റോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വയ്ക്കുക. അപ്പോൾ ഈ തുടയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീലിൻ്റെ മേലെ പറ്റിയിട്ടുള്ള ഉപ്പിൻ്റെ അംശം മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ തുടച്ച് വയ്ക്കുന്നത്. അപ്പോൾ തുടച്ചതിന് ശേഷം നേരെ നമ്മൾ സ്പൂൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഡ്രാഗ് നന്നായിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ അത് ആദ്യത്തെ പൊസിഷനിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക്കായിട്ടൊരു റീല് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതെല്ലാം ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ഒരുപാട് ഡീപ്പിലുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സാൾട്ട് വാട്ടർ ഫിഷിങ്ങിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ റീലും കാര്യങ്ങളൊക്കെ എന്നും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ഫിഷിംഗ് റോഡിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ആൻറ്റി റസ്റ്റ് സ്പ്രേ നമ്മുടെ റീലിൻ്റെ കുറച്ച് ഭാഗങ്ങളിലും കൂടെയൊക്കെ സ്പ്രേ ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അത് സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമ്മുടെ റീലുകൾ തുരുമ്പ് പിടിക്കാതെ അതുപോലെ തന്നെ റോഡുകളാണെങ്കിൽ ഒരുപാട് കാലം തുരുമ്പ് പിടിക്കാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സാൾട്ട് വാട്ടറിൽ ഫിഷിംഗ് ചെയ്തതിന് ശേഷം ഫ്രഷ് വാട്ടറിൽ റോഡും റീലും തുടച്ച് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വീക്ക്ലി വൺസ് മാത്രം ചെയ്താൽ മതിയാവും.
അപ്പോൾ അതായിരുന്നു നമ്മുടെ ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ. എല്ലാവർക്കും അത് ഉപയോഗപ്പെടുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറിയ രീതിയിലെങ്കിലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസ്റ്റ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും, എല്ലാ ബൈക്കുകളുടെയും കാറുകളുടെയും സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന എല്ലാ ഷോപ്പുകളിലും നമ്മുടെ ഈ ഒരു റെസ്റ്റ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒരുപാട് കാലമായിട്ട് ട്രൈ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇതുവരെ അങ്ങനെ കൊറോഷനും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക.